ഞാൻ ഒറ്റ ഇതിൽ എഴുതാൻ വേണ്ടി രണ്ടും കൂടി ഒരുമിച്ച് എഴുതിയെന്നേ ഉള്ളൂ. ഇതൊക്കെ ആവശ്യം വരുന്ന എപ്പോഴാണെന്നറിയാം, ഇപ്പം നിങ്ങൾ ഇപ്പോൾ ഒരു നമ്മുടെ 7ാം ഭാവത്തിൽ ചന്ദ്രനോ ബുധനോ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ചന്ദ്രനും ബുധനും റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമ്മുടെ 7ാം ഭാവം എന്ന് പറഞ്ഞാൽ ബിസിനസ്സൊക്കെയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പം ബുധനാണെങ്കിലും അയാൾക്ക് ബിസിനസ് ചെയ്യാം, ചന്ദ്രനാണെങ്കിലും ബിസിനസ്സൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ രണ്ട് ക്വാളിറ്റി ഓഫ് ബിസിനസ് ആയിരിക്കും ചെയ്യുന്നത്. ചന്ദ്രൻ ചെയ്യുന്നത് വളരെ സാത്വികമായിട്ടുള്ള ബിസിനസ്സായിരിക്കും. സാത്വികം എന്ന് പറഞ്ഞാൽ സാത്വികമായ സാധനങ്ങൾ വിൽക്കുക എന്നുള്ളത് മാത്രമല്ല, ബിസിനസ്സിൽ ഒരു സാത്വികത ഉണ്ടാവും. സാറ് വന്ന് എന്നോട് ചോദിക്കുകയാണ്, എൻ്റെ കയ്യിൽ പൈസ ഇല്ല, സാധനം തരുമെന്ന് ചോദിച്ചാൽ ചന്ദ്രനാണ് അവിടെ റൂൾ ചെയ്യണമെങ്കിൽ ചന്ദ്രൻ പറയും എന്നാൽ കുഴപ്പമില്ല കൊണ്ടുപോകാൻ പറയും. മനസ്സിലായ? ബുധനാണ് അവിടെ റൂൾ ചെയ്യണമെങ്കിൽ ഞാൻ സാറിനോട് പറയും അതല്ല സാറേ, ഇത് ഞാൻ ഇത്ര രൂപ വാങ്ങിച്ചതാണ്, ഇന്ന പ്രശ്നങ്ങൾ എനിക്കുണ്ട്, ഇത് സാറിന് ഞാൻ ഇത്ര തന്നെ എനിക്ക് ഇത്ര നഷ്ടം വരും. എൻ്റെ ഈ പറച്ചിലൊക്കെ കേൾക്കുമ്പോൾ, ബുധൻ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ കൂടിയാണല്ലോ, സാറ് വേണമെങ്കിൽ എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് സാർ ഇറങ്ങിപ്പോൾ രണ്ടായാലും സാറിന് വിരോധമൊന്നും ഉണ്ടാവില്ല. അതാണ് ഈ സാത്വികവും രാജസികവും തമ്മിലുള്ള വ്യത്യാസം. അതെല്ലായിടത്തും അപ്ലൈ ആവും. സാത്വികം രാജസികവും താമസിയാമ ഗുണങ്ങൾ ഇത് ഗ്രഹങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. കമ്മ്യൂണിക്കേഷനാണ്. ബുധൻ കമ്മ്യൂണിക്കേഷനാണ്. ഈ നൈസർഗികമായിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും ചാർട്ടി കാണുവേ. കുജൻ ഇപ്പം 3-ലാണ്